നമസ്കാരം, തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം. കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ. താനൂർ ഒട്ടുംപുറത്ത് നവജാത ശിശുവിനെ മാതാവ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം തിരൂർ തഹസിൽദാർ എസ് ഷീജയുടെയും താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെയും നേതൃത്വത്തിൽ പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. വീട്ടിലെ കിണറിനടുത്ത് കുഞ്ഞിനെ കുഴിച്ചിട്ടതായി യുവതി മൊഴി നൽകിയത്. 3 ദിവസം പ്രായമായ കുഞ്ഞിനെ കൊന്ന് കുഴിച്ചുമൂടിയതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ മാതാവ് ഒട്ടുപുറം ആണ്ടിപ്പാട്ട് ഹൗസിൽ ജുമൈലത്ത് അറസ്റ്റിലായി. താനൂർ പരിയാപുരം വില്ലേജിലെ ഒട്ടുംപുറത്താണ് സംഭവം. 3 ദിവസം മുൻപ് ജുമൈലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ഈ കുഞ്ഞിനെ കൊന്നതായി രഹസ്യവിവരം കിട്ടിയ പോലീസ് ജുമൈലത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിനു സ്ഥിരീകരണമായത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്ന ശേഷം കുഞ്ഞിനെ കൊന്ന് കുഴിച്ചുമൂടിയതായി ജുമൈലത്ത് പോലീസിന് മൊഴി നൽകി. കുട്ടി ജനിച്ചത് പുറത്തറിയാതിരിക്കാനാണ് കടുംകൈ ചെയ്തതെന്ന് പ്രാഥമിക വിവരം. വീടിനടുത്തുള്ള പറമ്പിൽ തന്നെയാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടതെന്നും മൊഴിയിൽ പറയുന്നു. ഇങ്ങനെ കാണാനൊക്കെ നമുക്ക് ഇതിൽ മൊബൈലിൽ കൂടി ഇങ്ങനെ കാണാനൊക്കെ നല്ല മൊബൈലിൽ കൂടി കണ്ടത് നല്ലതാണ്. എൻ്റെ ബേസ് പ്ലേറ്റ് എന്തോ മൂർച്ചുണ്ടോ? എൻ്റെ ബേസ് പ്ലേറ്റ് മൂർച്ചുണ്ടോ? ഇതനുസരിച്ച് ഇന്ന് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടവും തുടർ നടപടികളും സ്വീകരിക്കുമെന്നും താനൂർ പോലീസ് പറഞ്ഞു. ജുമൈലത്ത് 1 വർഷമായി ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ് കഴിയുകയായിരുന്നു. TVN ന്യൂസ്, താനൂർ. വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ.